രാജ്യം ഏറെ ദുഃഖത്തോടെ നോക്കിക്കണ്ട സംഭവമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമിന്റെ IPL വിജയാഘോഷത്തിനിടെയുണ്ടായ ദുരന്തം. ആഘോഷത്തിനിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർക്കായിരുന്നു ജീവൻ നഷ്ടമായത്. 47 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ സംഭവത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂരു താരം വിരാട് കോഹ്ലി. RCBയുടെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷം ആകേണ്ടിയിരുന്നത് ഒരു ദുരന്തമായി മാറിയെന്നാണ് മുൻ നായകന്റെ പ്രതികരണം. ഒപ്പം പരിക്കേറ്റവരെ കുറിച്ചും മരിച്ചവരുടെ കുടുംബങ്ങളെക്കുറിച്ചും ഓർക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായി കോഹ്ലി വ്യക്തമാക്കി. ബാംഗ്ലൂരുവിന്റെ വെബ്സൈറ്റിലൂടെയാണ് കോഹ്ലിയുടെ പ്രതികരണം. ജൂൺ 4 സംഭവിച്ചതുപോലൊരു ഹൃദയവേദന ഉൾക്കൊള്ളാനാവാത്തതാണ്. നമ്മുടെ ഫ്രാഞ്ചൈസിയുടെ ചരിത്രത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷമാകേണ്ടിയിരുന്നത് ഒരു ദുരന്തമായി മാറി. നമുക്ക് നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളെക്കുറിച്ചും പരിക്കേറ്റ ആരാധകരെക്കുറിച്ചും ഞാൻ ഓർക്കുകയും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് വിരാട് കോഹ്ലി കുറിച്ചത്. നമുക്കൊരുമിച്ച് കരുതലോടെയും ബഹുമാനത്തോടെയും ഉത്തരവാദിത്വത്തോടെയും മുന്നോട്ട് പോകാമെന്നും കോഹ്ലി പ്രതികരിച്ചു. ദുരന്തബാധിതർക്ക് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയുടെ പ്രതികരണവും എത്തുന്നത്. ബംഗളൂരുവിന്റെ ആദ്യ IPL കിരീട വിജയത്തിന് ശേഷം ജൂൺ 4-ാം തീയതി കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിനിടെയാണ് ദാരുണ സംഭവം ഉണ്ടായത്. സംഭവത്തിൽ RCBയുടെ ഇവന്റ് മാനേജർ DNA എന്റർടൈൻമെന്റ്, കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ മാനേജ്മെന്റ് എന്നിവരെ പ്രതി ചേർത്ത് കബ്ബൺ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. RCB മാർക്കറ്റിംഗ് മേധാവി നിഖിൽ സോസാലെ, DNA എന്റർടൈൻമെന്റ് പ്രതിനിധി സുനിൽ മാത്യു എന്നിവരടക്കം 4 പേരെ ജൂൺ 6-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അതേസമയം നിർബന്ധിത ഫിറ്റ്നസ് പരിശോധനയുടെ കാര്യത്തിൽ വിരാട് കോഹ്ലിക്ക് മാത്രം ഇളവ് നൽകിയ സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന താരങ്ങളിൽ ഭൂരിഭാഗവും ബാംഗ്ലൂരിലെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരായിരുന്നു. എന്നാൽ ഭൂരിഭാഗം കളിക്കാരും NCAA ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയരായപ്പോൾ വിരാട് കോഹ്ലി ടെസ്റ്റിന് വിധേയനായത് ലണ്ടനിലായിരുന്നു. ഇതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിലവിൽ കുടുംബത്തോടൊപ്പം UK-യിൽ താമസിക്കുന്ന കോഹ്ലി അവിടെ ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയനാകുന്നതിനായി BCCIയിൽ നിന്ന് പ്രത്യേക അനുമതി തേടിയതായാണ് റിപ്പോർട്ട്. അതേസമയം ടീമിലെ മിക്ക കളിക്കാരും ഫിറ്റ്നസ് ടെസ്റ്റിനായി ബാംഗ്ലൂരുവിൽ എത്തുകയായിരുന്നു. കോഹ്ലി ടെസ്റ്റ് പാസ്സായെങ്കിലും ഇന്ത്യക്ക് പുറത്ത് ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയനായ ഏക താരം കോഹ്ലിയാണെന്നാണ് റിപ്പോർട്ട്. മറ്റു കളിക്കാർ അത്തരമൊരു ഇളവ് ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റേതെങ്കിലും താരം ഇത്തരത്തിൽ അനുമതി ചോദിച്ചിരുന്നുവെങ്കിൽ BCCI ഇളവ് അനുവദിക്കുമായിരുന്നു എന്നാണ് ഉയരുന്ന വിമർശനം. മറ്റ് താരങ്ങൾക്കാർക്കും നൽകാത്ത ഇളവ് കോഹ്ലിക്ക് മാത്രം എന്തുകൊണ്ട് അനുവദിച്ചു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. സമീപകാലത്ത് കളിക്കാർക്ക് സ്ഥിരമായി പരിക്കേൽക്കുന്ന സാഹചര്യത്തിലാണ് ടൂർണമെന്റുകൾക്കും പരമ്പരകൾക്കും മുമ്പ് താരങ്ങൾ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായിരിക്കണമെന്നത് BCCI നിർബന്ധമാക്കിയത്. പരിക്കേൽക്കുന്ന താരങ്ങളുടെ പട്ടിക നീളുന്നതിനാലാണ് BCCIയും ടീം മാനേജ്മെന്റിനെയും ഇത്തരമൊരു തീരുമാനത്തിലേക്ക് കൊണ്ടെത്തിച്ചത്.